എനിക്ക് ഫീൽ ചെയ്തത് കറക്റ്റ് ഒരു നീറ്റ് എക്സാമിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഈ ബ്രില്യൻറ്റിൽ ഇത്ര വർഷത്തിലുള്ളൊരു റിസൾട്ട് വരുന്നത് മെയിൻലി ഇവിടെ പഠിച്ച സീനിയേഴ്സ് എല്ലാവരും പറയുന്നത് ഇവിടുത്തെ ഒരു എക്സാം ഷെഡ്യൂളിൻ്റെ കാര്യമാണ്. ഓരോ വർഷവും എക്സാംസിൻ്റെ ടഫ്നെസ് അനുസരിച്ച് ഇവിടുത്തെ എക്സാംസിന് ഇവർ എന്തോരം അപ്ഗ്രഡേഷൻ നടത്തുന്നു. അത് തന്നെയാണ് എല്ലാ വർഷത്തെ ഇവിടുത്തെ ഒരു റിസൾട്ടിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാം ഓഫ്ലൈനിലേക്ക് വരുമ്പോഴത്തേന് എല്ലാവരും കോമ്പറ്റീഷൻ എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റുന്നത് ഓഫ്ലൈനായിട്ട് വരുമ്പോഴാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുമ്പം ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പം അത് ഫസ്റ്റ് ടൈം ആണെങ്കിലും കോൺഫിഡൻസ് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ കേരളത്തിലെ 40ഓളം എക്സാം സെന്ററുകളിലും ദുബായിലുമായി മോഡൽ എക്സാമുകൾ ആരംഭിച്ചു. 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ് ബ്രില്യൻറ്റിന്റെ മോഡൽ എക്സാമിന്റെ ഭാഗമായത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ആദ്യത്തെ മോഡൽ എക്സാം യൂണിറ്റ് 1 നമ്മളിന്ന് ആരംഭിക്കുകയാണ്. നമുക്കിന്ന് രാവിലെ 8:30 മുതൽ 12:30 വരെ നമ്മുടെ നീറ്റ് മോഡൽ എക്സാമും 12 മുതൽ 1 മണി വരെ നീറ്റ് അഡ്വാൻസ്ഡ് എക്സാമാണ് നടത്തുക. ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് OMR ഷീറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. OMR ഷീറ്റിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ് ID, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് ഇതെല്ലാം കൃത്യമായിട്ട് എഴുതണം. ബബിൾ ചെയ്യേണ്ട ഭാഗങ്ങൾ തെറ്റാതെ ബബിൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സീറ്റിലിരിക്കുമ്പോൾ ഒരു ബെഞ്ചിൽ 3 പേര് വെച്ചാണ് ഇരിക്കുക. നമ്മുടെ ഡെസ്കിൽ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, OMR ഷീറ്റ്, റഫർക്കിന് ആവശ്യമായ പേപ്പർ, പേന, പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം, അത് മാത്രമേ ഉണ്ടാകാവുള്ളൂ. മറ്റൊരു സാധനവും ഡെസ്കിൽ ആവശ്യമില്ല. നമ്മുടെ സ്മാർട്ട് ബോർഡിൽ നമ്മുടെ ക്ലോക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് സമയം നോക്കാൻ പറ്റും. ഈ സംവിധാനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇന്നത്തെ മോഡൽ എക്സാമിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. കാരണം ആദ്യമായാണ് അവർ OMRൽ മാർക്ക് ചെയ്ത് പെൻ ആൻഡ് പേപ്പർ മോഡിൽ ഒരു എക്സാം എഴുതുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിദ്യാർത്ഥികളോട് ഇന്നത്തെ അവരുടെ ഒരു എക്സാം എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചറിയാം. നമ്മൾ ഇന്നത്തെ ഈ ഒരു എക്സാം ക്രമീകരണം എങ്ങനെയായിരുന്നു നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്? അത് കൃത്യസമയത്ത് തുടങ്ങുന്നത് മുതൽ റിസൾട്ട് അനാലിസിസ് വരെ വളരെ പെട്ടെന്നായിരുന്നു. എന്താ നമുക്ക് പറയാം? എനിക്ക് ഫീൽ ചെയ്തത് കറക്റ്റ് ഒരു നീറ്റ് എക്സാമിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. കാരണം കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് 8:30-ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്, നീറ്റ് എക്സാം. അപ്പം 8 o'clock തന്നെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 8:15 ആയപ്പോൾ തന്നെ നമ്മൾ ബാഗും ബുക്സും ഒക്കെ റിവിഷനൊക്കെ മാറ്റി എല്ലാം സൈഡിൽ വെച്ചു. 8:30 തന്നെ കറക്റ്റായിട്ട് എക്സാം തുടങ്ങി. ഇവിടെ നമുക്ക് എഴുതാനാണെങ്കിലും ഒട്ടും കൺജസ്റ്റഡ് ആയിട്ടല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടിരുന്ന് എഴുതാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഈ നീറ്റ് എക്സാമിന് നമുക്ക് ശരിക്കുള്ള എക്സാമിന് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ നമ്മുടെ റോൾ നമ്പർ ഫില്ല് ചെയ്യാനും അത്തരം കാര്യങ്ങൾ സൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇൻവിജിലേറ്റേഴ്സ് വന്ന് അങ്ങനെ ഒരുപാട് ടൈം പോകാറുണ്ട്. പക്ഷേ ഇവിടെ ടീച്ചേഴ്സ് ഇടയ്ക്ക് വന്ന് അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കഴിഞ്ഞ വർഷം വളരെ ടഫായുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെ രീതിയിൽ ഇനി ക്വസ്റ്റ്യൻ വന്നാൽ പാനിക് ആവാതിരിക്കാൻ വേണ്ടി ബ്രില്യൻ്റ് നടത്തിയൊരു ബ്രില്യൻ മൂവ് തന്നെയാണ് നീറ്റ് അഡ്വാൻസ് എക്സാം എന്നുള്ളത്. അത് കാരണം ഇനിയും പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിനോട് എക്സ്പോഷറും പിന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് കൂടുതലൊരു പ്രചോദനം കിട്ടും. രണ്ട് രീതിയിൽ നടത്തിയ എക്സാം ഹെൽപ്ഫുൾ ആണ്. ഇന്നത്തെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഈസി മോഡ് എക്സാം ആയിരുന്നു. പിന്നെ അഡ്വാൻസിൽ ഫിസിക്സ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നൊരു 7 എക്സാമോളം ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്തു. ഓരോ എക്സാം കഴിയുന്തോറും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ്. ഇപ്പം ആദ്യത്തെ എക്സാമിന് എനിക്ക് നല്ലോണം നെഗറ്റീവ് അടിച്ചായിരുന്നു. നമ്മൾ യൂഷ്വലി ഉള്ള ആ ഓൺലൈൻ ആംബിയൻസിൽ നിന്ന് മാറി ഓഫ്ലൈനിലേക്ക് വരുമ്പം അതിൻ്റേതായ ടെൻഷൻ കൊണ്ട് നമ്മൾ നെഗറ്റീവ് അടിക്കും. അല്ലാണ്ട് തന്നെ ഒരു പ്രോപ്പർ അനാലിസിസ്, എവിടെയാണ് പോകുന്നത്, എന്തുകൊണ്ട് പോയി, അത് ടോപ്പിക്കിലുള്ള പ്രശ്നമാണോ, അതെനിക്ക് ക്ലിയർ ആവാത്തതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ ശരിക്കും ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ വീട് ആലപ്പുഴയാണ്. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് ബ്രില്യൻറ്റിന്റെ സെന്ററിൽ വന്ന് ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് OMRൽ മാർക്ക് ചെയ്തുകൊണ്ട് എക്സാം എഴുതുന്നത്. എന്ത് തോന്നി?
നെഗറ്റീവ്സ് ഒക്കെ കുറെ കുറയ്ക്കാൻ പറ്റി. ഓൺലൈൻ ആകുമ്പോൾ സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നെഗറ്റീവ്സ് വരും. ഇപ്പം നെഗറ്റീവ്സ് കുറഞ്ഞു പോകും. ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് ഒക്കെ കുറച്ചത് ബൂസ്റ്റ് ചെയ്യും ഇങ്ങനെ നേരിട്ട് എക്സാം എഴുതുമ്പോൾ. എക്സാം ഓഫ്ലൈനിലേക്ക് വരുമ്പോഴത്തേന് എല്ലാവരും കോമ്പറ്റീഷൻ എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റുന്നത് ഓഫ്ലൈനായിട്ട് വരുമ്പോഴാണ്. നമ്മളെ പോലെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സ്പിരിറ്റ് വരും, വീണ്ടും വീണ്ടും എക്സാം എഴുതാനും മാർക്ക് കൂടുതൽ വാങ്ങാനൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കോമ്പറ്റീഷനാണ് നമുക്ക് ആ സ്പിരിറ്റ് ഏറ്റവും നല്ലതായിട്ട് ഇവിടെയാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. ഇത്രയും പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പോഴും എല്ലാവർക്കും സെയിം ഗോള് തന്നെ, അതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും അതെ. അപ്പം OMR ഒക്കെ ബബിൾ ചെയ്ത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിലും ഇപ്പം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുമ്പം ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പം ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിലും കോൺഫിഡൻസ് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇനി ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ മോഡൽ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ 1 ഇയർ ഇവിടെ നിന്ന് തന്നെയാണ് പഠിച്ചത്. എല്ലാ വീക്കിലി എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് ഞങ്ങളിവിടെ ഇപ്പോൾ മോഡൽ ഫേസ് ചെയ്യണേ. അപ്പോൾ ഗ്രൂപ്പ് 1 ആയിരുന്നു ഞങ്ങൾ, ഇന്നാണ് തുടങ്ങിയ എക്സാം. അപ്പോൾ ലൈക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പഠിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പഠിച്ച രീതിയിൽ എഴുതാൻ പറ്റി, എന്നാലും കുറേയൊക്കെ കറക്ഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 month ഒരു ഫുൾ ഷെഡ്യൂളാണ്. ഞങ്ങളുടെ എക്സാമിന് മുമ്പുള്ള ഒരു എക്സാം ഷെഡ്യൂളാണ്. ആദ്യമേ ഞങ്ങളുടെ ഫുൾ ഇയർ ടോപ്പിക്സിനെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫുൾ ഇയർ ടോപ്പിക്സിനെയും ഞങ്ങളെ 2ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യം ഫസ്റ്റ് ഇയർ ഫുള്ള് 11 യൂണിറ്റ്സ് ആയിട്ട് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യമേ ഓരോ യൂണിറ്റ്സ് വെച്ച് സിംഗിൾ വൈസ് എക്സാംസ്, പിന്നെ കമ്പൈൻ യൂണിറ്റ്സ്, പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഓൾ യൂണിറ്റ് മോഡൽ എക്സാംസ് ആണ്. ഞങ്ങൾക്കിപ്പോൾ ആ ഒരു ഷെഡ്യൂളാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഞങ്ങൾക്ക് എക്സാംസിൻ്റെ തലേ ദിവസം ഈ 2 നീറ്റിൻ്റെയും നീറ്റ് അഡ്വാൻസിൻ്റെയും പ്രിപ്പറേറ്ററി എക്സാംസും ഞങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ലേണിംഗ് ലാപ്പിൽ അവൈലബിൾ ആണ്. മേജർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എക്സാം എഴുതി ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമാണല്ലോ, നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള കംഫർട്ട്സ് ഹോസ്റ്റലിലായിരിക്കും, വീട്ടിലായിരിക്കും, അങ്ങനെ ആയിരിക്കും. സോ അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് വിത്തിൻ അവേഴ്സ് തന്നെ ഞങ്ങളുടെ ആപ്പിൽ ആക്റ്റീവ് ആവുകയാണ്. സോ ഞങ്ങൾക്ക് തലേ ദിവസം തന്നെ, അതായത് ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ എക്സാം എഴുതാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം എഴുതി റെക്ടിഫൈ ചെയ്തിട്ട് എക്സാമിന് വരാൻ പറ്റും. ആൻഡ് അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നു. സോ ആ പ്രിപ്പറേറ്ററി എക്സാം എഴുതിയവർക്ക് അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. 2 രീതിയിലാണ് എക്സാംസ് നടന്നത്. ഒന്ന് നീറ്റ് മോഡലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മോഡലുമായിട്ട് നടന്നിരുന്നു. നീറ്റ് എക്സാം നല്ല ഈസി ആയിരുന്നു. അഡ്വാൻസ് കുറച്ച് ഹൈ ലെവൽ, കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ള നീറ്റ് എക്സാം ഇച്ചിരി ടഫായാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എന്തായാലും കിട്ടും. നല്ലതായിരുന്നു. ഇന്ന് എക്സാം ഉണ്ടായപ്പോൾ റിസൾട്ട് അനാലിസിസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ സൈഡിൽ നിന്ന് കണ്ടു. അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുന്ന കാണുമ്പം അടുത്ത പ്രാവശ്യം നമുക്കും അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഒരാഗ്രഹം, പ്രതീക്ഷ, ഇൻസ്പിറേഷനാണ്. ഇവിടെ മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് കൃത്യം ടൈമിങ്ങിനാണല്ലോ എക്സാം നടത്തുക. അപ്പോൾ ആ കൃത്യം ടൈമിങ്ങിൻ്റെ ഉള്ളത് തീർക്കാനുള്ള ഒരു ഇത് കിട്ടും. സബ്ജക്റ്റ് വൈസ് ഫിസിക്സ് എളുപ്പമായിരുന്നു, കെമിസ്ട്രി കുറച്ച് പാടുണ്ടായിരുന്നു, ബയോളജി കുറച്ചും കൂടി NCERT ബേസ്ഡ് എക്സാം ആയിരുന്നു. ഇന്ന് January 25th ആണ്. അപ്പം നമുക്ക് 3 മാസം മുന്നേ തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. സോ ഈ വരുന്ന 3 മാസം കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഈ എക്സാമിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ 3 മാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ 3 മാസം ഉണ്ട് എന്ന് പറയാനാണ് കുറച്ചും കൂടെ ഇത്. കാരണം അത്ര എക്സാംസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനിയും 36 എക്സാംസ് നമ്മൾ ഓഫ്ലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡബിൾ നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള ഇത് കിട്ടുന്നുണ്ട്. അതായത് ഓൺലൈനായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് തലേ ദിവസം. അപ്പം അങ്ങനെ കുറേ എക്സാംസ് ഫേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ നീറ്റിന് വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പം അത്രയും കോൺഫിഡൻസ് കിട്ടും എന്തായാലും. ടോട്ടലി നമ്മുടെ നീറ്റ് എക്സാം പോലെ തന്നെയാണ് ഇവിടുത്തെ ആംബിയൻസ് ഫുള്ളി ക്രിയേറ്റ് ആക്കി കേൾക്കുന്നത്. നമ്മുടെ എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട നമ്മൾ വാച്ച് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫുള്ളി നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം മിസ്സുമാർ തരും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതുപോലെ ഫുള്ളി പാക്ഡ് ആണ്. കൃത്യം ടൈമിൽ തന്നെ 8:30 to 11:30 ഫുൾ നമുക്ക് ആ എക്സാം ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും നല്ലൊരു റിവിഷൻ പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ വന്ന സമയത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്തായാലും മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇനി ഇങ്ങനത്തെ എക്സാംസ് എഴുതി എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്ന് ഞങ്ങളുടെ എക്സാമിൽ 10,000-കണക്കിന് പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാവരും ബ്രില്യൻ്റെ പല സെൻറ്ററിലുള്ളവർ തന്നെ പല സ്കൂളിൽ നിന്ന് ടോപ്പേഴ്സായി വന്നവരാണ്. അവരോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇനി എക്സാം എഴുതുമ്പോൾ ഏത് റാങ്കിലാണ് എത്തുക എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാകാൻ പറ്റും. ഇപ്പോൾ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത എക്സാമിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രൊഫസേഴ്സൊക്കെ
ഇതിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ട് അയക്കുന്നുണ്ട്. ഈ ലേണിംഗ് ആപ്പിൽ നമുക്ക് കിട്ടും, ലൈവ് ഡിസ്കഷനായിട്ട് കിട്ടും. ഓരോ ക്വസ്റ്റിനും ഏത് മെത്തേഡാണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആ തിയറി ഒന്നും കൂടെ സ്ട്രെങ്തൻ ആവുന്നുണ്ട്. പിന്നെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ വന്നാലും നമുക്കതിനോട് പരിചയമുണ്ടല്ലോ. അങ്ങനെ ചെയ്ത് സെറ്റാവും. ഫസ്റ്റ് യൂണിറ്റല്ലേ ആയുള്ളൂ, അവസാനമൊക്കെ ആകുമ്പോൾ ഇത് ഒരു ഫ്ലോയിൽ വരുമെന്നാണ് പ്രതീക്ഷ. ഈ ബ്രില്യൻറ്റിൽ ഇത്ര വർഷത്തിലുള്ളൊരു റിസൾട്ട് വരുന്നത് മെയിൻലി ഇവിടെ പഠിച്ച സീനിയേഴ്സ് എല്ലാവരും പറയുന്നത് ഇവിടുത്തെ ഒരു എക്സാം ഷെഡ്യൂളിൻ്റെ കാര്യമാണ്. ഓരോ വർഷവും എക്സാംസിൻ്റെ ടഫ്നെസ് അനുസരിച്ച് ഇവിടുത്തെ എക്സാംസിന് ഇവർ എന്തോരം അപ്ഗ്രഡേഷൻ നടത്തുന്നു. അത് തന്നെയാണ് എല്ലാ വർഷത്തെ ഇവിടുത്തെ ഒരു റിസൾട്ടിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു പാർട്ടായി ആൻഡ് അതിൻ്റെ കൂടെ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യമുള്ളവരാണ് ഞങ്ങളെല്ലാവരും. സോ ഒബ്വിയസ്ലി ഞങ്ങളുടെ ഫൈനൽ ഇയർ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടിനെയും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആൻഡ് യെസ്, ദാറ്റ്സ്. പരീക്ഷ കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഡയറക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ എക്സാം റിസൾട്ട് അനാലിസിസ്. 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഡയറക്ടേഴ്സ് ലൈവായി തന്നെ ആദരിച്ചു. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ നീറ്റ് മോഡൽ പരീക്ഷകൾക്ക് ശേഷം ഹോസ്റ്റലുകളിലും വീടുകളിലും എത്തിയ വിദ്യാർത്ഥികൾ വീഡിയോ സൊല്യൂഷനുകളിലൂടെ തങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്നു. സ്വയം ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതി നേരിട്ട് കാണുന്നത് അടുത്ത പരീക്ഷയെ കൂടുതൽ ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കുന്നു. തെറ്റുകൾ തിരുത്തി പഠിക്കാനുള്ള അവസരം ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. സങ്കീർണമായ ചോദ്യങ്ങൾ എങ്ങനെ വേഗത്തിൽ പരിഹരിക്കാം എന്നതിനുള്ള ഷോർട്ട് കട്ട്സ് അധ്യാപകർ ഇതിലൂടെ പങ്കുവയ്ക്കുന്നു. ഉത്തരം അറിയുന്നതിലുപരി ആ വിഷയത്തിലെ അടിസ്ഥാന പാഠങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇത് സഹായകമാകുന്നു. ഇനി അങ്ങോട്ടുള്ള ഓരോ മോഡൽ പരീക്ഷകളും വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ നേരിടുമെന്ന പ്രതീക്ഷ ബ്രില്യൻ ഫാമിലിക്കുണ്ട്. Brilliant Study Center, India's #1 coaching center for NEET and